ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് സന്ദർശിക്കുകയാണ്. ഹൈബീഡൻ MP-യും അദ്ദേഹത്തിനൊപ്പമുണ്ട്. വൃത്തിയുടെ പേരിൽ വലിയ കുപ്രസിദ്ധി ആർജിച്ച KSRTC ബസ് സ്റ്റാൻഡ് എന്തായാലും രാവിലെ എടുത്ത മാലിന്യക്കുനെയൊക്കെ നീക്കുന്നത് കണ്ടാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക്. അല്ല, അതിന് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് മുല്ലശ്ശേരി കനാലിലേക്ക് പമ്പ് ചെയ്ത് പടിഞ്ഞാട്ട് കാലിലേക്ക് ഒഴുകും. ഇനി ഒരു 450 മീറ്റർ കൂടി ചെയ്യാനുണ്ട്. വർക്ക് നടക്കിയാണ് സിറ്റിയിൽ. അത് ഓപ്പറേഷൻ ബ്രേക്ക് എന്ന് പറയുന്നത് താഴെ ആയതുകൊണ്ട് അതിലെ വെള്ളം തിരിച്ചു അതൊന്നും അറിയുമ്പോൾ അതെ ഇപ്പോഴാണ് ഫോൺ വൃത്തിയായിരിക്കും. മഴ പെയ്യാതിരുന്നതുകൊണ്ട് ഇതാണ് ക്ലീൻ ചെയ്ത് പറയാം. ഇതിനകത്ത് കംപ്ലീറ്റ് ചെളിയാണ്. രാഗിൻ നമുക്കൊപ്പുണ്ട്. രാഗിനെ, കഴിഞ്ഞ 3-4 വർഷമായിട്ട് ഈ KSRTC സ്റ്റാൻഡിലെ ദുരിതാവസ്ഥ നമ്മൾ പലവട്ടം കാണിച്ചിട്ടുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഒരു മന്ത്രി അങ്ങോട്ടേക്ക് എത്തി നോക്കാൻ തയ്യാറായത് വളരെ ആശ്വാസകരമാണ്. ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്നൊക്കെ വിശദീകരിക്കുകയാണെന്ന് തോന്നുന്നു ഉദ്യോഗസ്ഥർ. ഇന്ന് രാവിലെയാണ് അവിടുത്തെ മാലിന്യക്കൂന മാറ്റിയതല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ കുറേ നാളുകളായി തന്നെ കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ദുരിതത്തിലാകുന്ന ഒരു അവസ്ഥയായിരുന്നു എറണാകുളം KSRTC ബസ് സ്റ്റാൻഡ് പരിസരം. ശക്തമായ മഴ പെയ്താൽ ആദ്യം വെള്ളം കയറുന്ന സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ അത് KSRTC ബസ് സ്റ്റാൻഡ് പരിസരമായിരുന്നു. അങ്ങനെ വെള്ളം കയറി പ്രത്യേകിച്ചും ഈ സെപ്റ്റിക് ടാങ്ക് മാലിന്യം അടക്കം ഒലിച്ചിറങ്ങുന്ന വലിയ ദുരിത കാഴ്ചകളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം TJ വിനോദ് MLA ഇത് നിയമസഭയിൽ വീണ്ടും അത് ഉന്നയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയത്. മന്ത്രി വരുന്നത് പ്രമാണിച്ച് ദ്രുതഗതിയിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ ശുചീകരണവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തി. അപ്പോൾ ആ നിലയിലുള്ള ശുചീകരണം കൃത്യമായി തന്നെ നടത്തി കഴിഞ്ഞാൽ കുറെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ആ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് വ്യക്തമാവുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതിനൊക്കെ ശാശ്വതമായിട്ടൊരു പരിഹാരം വേണം. മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഇപ്പോൾ ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെയായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ പ്രശ്നപരിഹാരം സാധ്യമാക്കാം എന്ന കാര്യം മന്ത്രി അന്വേഷിക്കുന്നുണ്ട്. ഇതോടൊപ്പം ഇവിടെ ഒരു പുതിയ ബസ് സ്റ്റാൻഡ്, നവീനമായ ബസ് സ്റ്റാൻഡ് എന്ന ആശയമുണ്ട്. അതിന് നേരത്തെ ഫണ്ടൊക്കെ വകയിരുത്തിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഒന്നും ആയില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. മന്ത്രിയുടെ ഈ സന്ദർശനത്തോടുകൂടി ഈ KSRTC ബസ് സ്റ്റാൻഡിനും പരിസരത്തിനും ഒരു ശവമോക്ഷം ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. മന്ത്രിയോടൊപ്പം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുണ്ട്. കാരണം ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂവിന്റെ ജോലികൾ, അതായത് വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടി ജില്ലാ ഭരണകൂടം നടത്തുന്ന പദ്ധതിയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ. അതിന്റെ ജോലികൾ പ്രധാനമായും നടക്കുന്ന ഒരിടം കൂടിയാണിത്. അതുകൊണ്ട് ജില്ലാ കളക്ടറിൽ നിന്നും മറ്റ് ഉള്ളവരിൽ നിന്നടക്കം വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഹൈബീഡൻ MP ഒപ്പമുണ്ട്, TJ വിനോദ് MLA ഒപ്പമുണ്ട്. എന്തായാലും കെ.ബി. ഗണേഷ് കുമാർ ഇവിടെ എത്തി കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കി മറ്റ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നടക്കം വിവരങ്ങൾ തേടിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു ദുരിത പ്രദേശമായിരുന്നു ഇത്. ആ പ്രദേശത്ത് എങ്ങനെ ഒരു പരിഹാരം സാധ്യമാക്കാമെന്ന കാര്യമാണ് ഇപ്പോൾ മന്ത്രിതല സംഘം അല്ലെങ്കിൽ മന്ത്രി ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കുന്നത്. രാഗിനെ, ഈ മന്ത്രി വരുമ്പോൾ മാലിന്യക്കൂനെ കാണാതിരിക്കാൻ വേണ്ടി ഇന്ന് രാവിലെ അത് മാറ്റി. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക്, ഈ സ്റ്റേഷന്റെ ചുമതലയുള്ള ഉദ്യോഗസ്ഥരൊക്കെ വിചാരിച്ചാൽ തന്നെ അത് വൃത്തിയാക്കി ഇടാൻ കുറേയൊക്കെ പറ്റുമല്ലോ. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മന്ത്രി വരുന്നേ എന്ന് കേട്ടപ്പോൾ ഓടിപ്പടഞ്ഞ് രാവിലെ പൊരിഞ്ഞ വൃത്തിയാക്കലും മരുന്നടിക്കലും ഒക്കെ കണ്ടു. ഇതൊക്കെ ഇവർക്ക് നേരത്തെ ചെയ്യാമായിരുന്നില്ലേ എന്ന് ഒരുപക്ഷെ ഗണേഷ് കുമാറിന്റെ ഒരു രീതി അനുസരിച്ച് അദ്ദേഹം ചോദിക്കാനിടയുണ്ടല്ലേ? തീർച്ചയായും. അതായത് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ ഈ ചില ഘട്ടങ്ങളിൽ ചില ഇടങ്ങളിൽ എത്തുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഈ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ കിടക്കുന്ന ഇത്തരം ശോച്യമായിട്ടുള്ള അവസ്ഥ എന്നൊക്കെ. അതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ ഇത് കലക്കുട്ടി കണ്ട് ഈ കാര്യങ്ങൾ ചെയ്തത്. നമ്മൾ ആ ദൃശ്യങ്ങളൊക്കെ കാണുകയും ചെയ്തിരുന്നു. ഒന്ന്, ഈ വെള്ളക്കെട്ടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ ഈ മാലിന്യം നിറഞ്ഞ് ഉള്ള പ്രശ്നങ്ങൾ അത് ഈ ഇവിടെ ഉള്ളവർക്കും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒക്കെ ക്ലിയർ ചെയ്ത് പോകാൻ കഴിയുന്ന കാര്യമാണ്. അങ്ങനെ ക്ലിയർ ചെയ്താൽ ഈ പ്രശ്നങ്ങൾക്ക് വലിയൊരളവോളം പരിഹാരം ഉണ്ടാവുകയും ചെയ്യും. പക്ഷെ അത് പൂർണ്ണമായും ഉണ്ടാവില്ല. കാരണം ഈ വെള്ളക്കെട്ടിന്റെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എന്തായാലും ഈ അവനവനെ കൊണ്ടാകാവുന്ന കാര്യങ്ങൾ അവനവന് ചെയ്യാൻ കഴിയുന്നതാണ്. അത് ഉദ്യോഗസ്ഥര സംഘവും ഒക്കെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഒരു മന്ത്രി വരുമ്പോൾ ഇത്തരത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ദ്രുതഗതിയിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അതിന് കൃത്യമായിട്ടൊരു ക്രമീകരണം നിശ്ചയിച്ചുകൊണ്ട് എല്ലാ ദിവസവും എന്ന പോലെ നിശ്ചിതമായിട്ടുള്ള ജോലികൾ ചെയ്തു തീർത്താൽ
വലിയൊരു അളവോളം പ്രശ്നങ്ങൾ പരിഹാരം കാണും. കാരണം ഒരുപാട് പേർ ശരിയായി നമ്മൾ പലപ്പോഴും മന്ത്രിമാർ പങ്കെടുക്കുന്ന പരിപാടിയിലേക്ക് വരുമ്പോഴേക്കും റോഡ് ടാറിടൽ അല്ലെങ്കിൽ പെയിന്റ് അടിക്കൽ ഇതൊക്കെ കാണുന്നതാണ്. അത് തന്നെയാണ് ഇപ്പോൾ KSRTC സ്റ്റാൻഡിലും കാണുന്നത്. കൊച്ചി പോലെ കേരളത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട നഗരത്തിന് ഒരിക്കലും യോജിക്കാത്ത തരത്തിലുള്ള ഒരു KSRTC സ്റ്റാൻഡാണ് അവിടെ നിലനിൽക്കുന്നത്. വൈറ്റില അത്യാവശ്യം ഭേദപ്പെട്ട കൊള്ളാവുന്നൊരു സ്റ്റാൻഡ് ഉള്ളപ്പോഴാണ് ഈ KSRTC സ്റ്റാൻഡ് ഇതുപോലെ അഴുക്ക് പിടിച്ച അല്ലെങ്കിൽ കയറാൻ കൊള്ളാത്തൊരു സ്ഥലം കേരളത്തിൽ മറ്റൊന്നുണ്ടോ എന്ന് പോലും സംശയമാണ്. എന്തായാലും KB ഗണേഷ് കുമാറിൻ്റെ ഈ സന്ദർശനം സ്റ്റാൻഡിൻ്റെ മുഖച്ഛായ മാറ്റത്തിനുള്ളൊരു തുടക്കം കുറിക്കട്ടെ. ആളുകൾക്ക് മൂക്ക് പൊത്താതെയും കാല് ചവിട്ടാൻ അറപ്പുണ്ടാകുന്ന സാഹചര്യമൊക്കെ മാറി മര്യാദയ്ക്ക് അവിടെ വന്ന് ബസ് കയറി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അധികം വൈകാതെ ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്ന് രാവിലെ മാലിന്യം കോരാൻ കാണിച്ച ആ ശുഷ്കാന്തി ഉദ്യോഗസ്ഥരും ഇനിയും അങ്ങോട്ട് കാണിച്ചാൽ നന്ന്.